കരുണ എസ്റ്റേറ്റിന്റെ പോക്കുവരവ് നടത്തിയ സംബന്ധിച്ച് മുൻ വനം മന്ത്രി ഗണേഷ് കുമാർ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് സഭയിൽ മന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതോടെയാണ് മന്ത്രി വിശദീകരണവുമായി രംഗത്തെത്തിയത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോക്കുവരവ് അനുവദിച്ചതെന്നും പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ വനം വകുപ്പ് മേധാവിയടക്കമുള്ള 3 സമിതിയെ അന്വേഷണത്തിനായി നിയമിച്ചിട്ടുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. 8 അംഗങ്ങളുള്ള 6 വകുപ്പുകൾ ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി എടുത്ത ഒരുമിച്ചുള്ള തീരുമാനമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ രേഖകളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ ഈ കൊടുത്ത NOC പിൻവലിക്കും എന്ന് തന്നെ അതിനകത്ത് എഴുതിയിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കണം. കരുണ എസ്റ്റേറ്റിന്റെ പോക്കുവരവ് അനുവദിക്കുന്നതോടെ നെല്ലിയാമ്പതി എസ്റ്റേറ്റ് സർക്കാരിന് നഷ്ടമാവുമെന്ന് TN പ്രതാപൻ MLA പറഞ്ഞു. നെല്ലിയാമ്പതി എസ്റ്റേറ്റ് സംരക്ഷണത്തിൽ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. എസ്റ്റേറ്റിന് അനുകൂലമായി നിലപാടെടുത്തതിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും പങ്കുള്ളതായി TN പ്രതാപൻ നിയമസഭയിൽ ആരോപിച്ചു. നെല്ലിയാമ്പതി എസ്റ്റേറ്റ് സംരക്ഷണത്തിൽ സർക്കാരിന് വീഴ്ച വന്നുവെന്നാണ് ഗണേഷ് കുമാർ ആരോപിച്ചത്. മീഡിയ 1 തിരുവനന്തപുരം.